Hello friends, I'm Dr. Shamir Sainuddin, practicing in Trivandrum for the last 5 years. I'm a medical practitioner in Trivandrum, and I'm the head of Medico's Learning App, which is a hybrid learning platform for the medical students of all over India. So it is a wonderful success project which we are running for the last 2-3 years, and also I'm a part of Dr. Junior, which is a project which is focusing on the medical entrance examination, and it's a foundation program for the medical entrance. Okay, so hoping you are doing good, and as we all know, the notification for the FSO exam 2024 is already out, and I hope you all applied for it. The last date is April 3rd, and those who failed to apply or those who didn't apply yet have to apply it soon. Okay, so നമ്മളെല്ലാവർക്കും അറിയാം FSO എന്ന് പറയുമ്പോൾ എന്താണ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ അല്ലേ. സോ അപ്പോൾ നമ്മുടെ കേരളയിലെ കേരള PSC അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ഗസറ്റഡ് പോസ്റ്റാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത്. ഹൈ ലെവൽ പേ ഉള്ള ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ പോസ്റ്റിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാനായിട്ട് സാധിക്കും. എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. മെയിൻലി ഇറ്റ് ഈസ് ഫോക്കസിങ് ഓൺ ഫുഡ് ടെക്നോളജി. അത് മാത്രമല്ല, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആയുർവേദ, ഹോമിയോ, MPBS, BDS, വാട്ട് എവർ ഇറ്റ് ഈസ്, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള ഡോക്ടേഴ്സിന് ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അത് മാത്രമല്ല, എന്താണ് MSc കെമിസ്ട്രി, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, വെറ്റിനറി സയൻസ്, ഈ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്കും നമുക്ക് FSOയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയിട്ട് അപ്ലൈ ചെയ്യുക. April 3rd ആണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈയിങ്. ഓക്കെ, സോ അപ്പോൾ കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു FSO എന്ന് പറയുന്ന ആ ഒരു എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഡെയിലി ലൈഫിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ മാത്രമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഒരു ഡിഫിക്കൽട്ട് ടാസ്കേ അല്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പം ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, ഓരോരുത്തർക്കും, എസ്പെഷ്യലി നമ്മുടെ ഈ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഡോക്ടേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ബയോകെമിസ്ട്രിയും ബയോടെക്നോളജിയും മൈക്രോബയോളജിയും അതുപോലെ തന്നെ മെഡിസിനൽ ബാക്ക്ഗ്രൗണ്ട്, പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന സബ്ജക്റ്റിൽ ഇപ്പോൾ കുറച്ച് നമ്മൾ ഫുഡ് പോയ്സണിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പഠിക്കാനുള്ളൂ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു വലിയൊരു ടാസ്ക് ആണ് എന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ അങ്ങ് മാറ്റിയേക്കുക. ചെറിയ സിമ്പിളായിട്ടുള്ള നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ഡെമോ ക്ലാസ് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഡയറി റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. റെഡി അല്ലേ? All set. Here we are moving on to the topic. Topic today we are going to discuss is physicochemical properties of. So first, milk എന്താണ്? Milk and cholesterol. അപ്പോൾ മിൽക്ക്, കൊളസ്ട്രോൾ രണ്ടും സെയിം ആണോ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും ചെറിയ ഡൗട്ട്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്ത് തന്നെ പോവാം. അപ്പോൾ മിൽക്ക് എന്താണ്, കൊളസ്ട്രോൾ എന്താണ്, ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ആദ്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ മിൽക്ക് ഈസ് എ ഹോൾ ഫ്രഷ് ക്ലീൻ ലാക്ടിയൽ ഫ്ലൂയിഡ് ആണ്. മിൽക്ക് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഒന്നുമല്ല, ഒരു ലാക്ടിയൽ ഫ്ലൂയിഡ് മാത്രമാണ് വിച്ച് ഇസ് സെക്രീറ്റഡ് ഫ്രം ദി മാമൽസ്. എവറി മാമൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, കുഞ്ഞിനെ ജനിപ്പിക്കുകയും അതിന് മുലയൂട്ടുന്നതുമായിട്ടുള്ള ആ ഒരു ആനിമൽസിൻ്റെ ആ ഒരു കിങ്ഡത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മമാലിയൻ അല്ലെങ്കിൽ മാമൽസ് എന്ന് വിളിക്കുന്നത് അല്ലേ. സോ അപ്പോൾ ആ മാമൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ലാക്ടിയൽ ഫ്ലൂയിഡ് മാത്രമാണ് എന്ത്, മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നൺ അതർ ദാൻ എന്താണ്, ഇറ്റ്സ് എ സിമ്പിൾ ലാക്ടിയൽ സൊല്യൂഷൻ ആണ് വിച്ച് ഇസ് സെക്രീറ്റഡ് ഫോർ ദ നറിഷ്മെന്റ് ഓഫ് എന്താണ്, യങ് വൺസ്, അവരുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ യങ്ങർ വൺസിന് വേണ്ടിയിട്ട് ഫീഡ് ചെയ്യാൻ, അവരുടെ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ എവരി മമൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ലാക്ടിയൽ ഫ്ലൂയിഡ് മാത്രമാണ് മിൽക്ക് എന്ന് പറയുന്നത്. കൊളസ്ട്രം എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ്സ് ഓൾസോ മിൽക്ക് തന്നെയാണ്. പ്രൈമറിലി പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക്, ആ ഒരു ചൈൽഡിന് ബർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പ്രൈമറിലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മിൽക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൊളസ്ട്രം എന്ന് വിളിക്കുന്നത്. സോ കൊളസ്ട്രം എന്ന് പറയുമ്പോഴത്തേക്കും മിൽക്കിൻ്റെ ആദ്യത്തെ ഫോം അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി നമ്മുടെ മാമലിയൻ ബ്രസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ മാമറി ഗ്ലാൻസിൽ നിന്ന് സെക്രീറ്റ് ആവുന്ന ആ ഒരു ഫ്ലൂയിഡിനെയാണ് അല്ലെങ്കിൽ ആ ഒരു മിൽക്കിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൊളസ്ട്രം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹാവ് ഹൈ ന്യൂട്രീഷ്യസ് വാല്യൂ. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അധികമായിട്ട് അടങ്ങിയിട്ടുള്ളൊരു സെക്രീഷൻ കൂടിയാണ് ഈ കൊളസ്ട്രം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പാസീവ് ആയിട്ടുള്ളൊരു ഇമ്മ്യൂണിറ്റി കുട്ടിക്ക് കൊടുക്കാനായിട്ട് ആ കൊളസ്ട്രത്തിന് സാധിക്കും. സോ അതുകൊണ്ടാണ് ആദ്യം ഇനിഷ്യലി നമ്മുടെ മുന്നത്തെ കാലത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളസ്ട്രം നമ്മൾ കുട്ടിക്ക് ഫീഡ് ചെയ്യാനായിട്ട് പാടില്ല, അത് കളയണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡീസ് അനുസരിച്ചിട്ട് കൊളസ്ട്രം മസ്റ്റായിട്ടും കുട്ടിക്ക് ഫസ്റ്റ് വിത്തിൻ
എത്രയാണ് വിത്തിൻ 1 hour നമ്മൾ ഫെഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുട്ടിക്ക് അത്രയും നല്ലതാണ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ അതുപോലെ തന്നെയാണ് എവറി ആനിമൽസിനും ആ ഒരു കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. സോ അപ്പോൾ അത് ഹൈലി റിച്ച് ഇൻ എന്താണ് ഇമ്യൂണോഗ്ലോബുലിൻസ് ആണ് എന്നുള്ളതും കൂടി ഓർക്കുക. ഓക്കെ, സോ അപ്പോൾ മിൽക്ക് എന്താണ്, കൊളസ്ട്രോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. സോ വി ആർ മൂവിങ് ഓൺ. നമ്മൾ നെക്സ്റ്റ് കമ്പോസിഷൻ ഓഫ് മിൽക്കിനെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സിംപ്ലി നമ്മൾ പാല് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പാലിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതാണ് മെയിനായിട്ട് മിൽക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതാണല്ലോ നമ്മളിപ്പോൾ വി ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ആദ്യം എവറി ഒരു എന്താണ് ഒരു ഫിസിയോളജി പഠിക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ ആയിരിക്കും ആദ്യം പഠിക്കുന്നത് അല്ലേ. സോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മിൽക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം മിൽക്കിൻ്റെ കമ്പോസിഷനെ കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ മിൽക്കിൻ്റെ മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ടർ തന്നെയാണ്. ഓക്കെ, സോ മിൽക്കിൻ്റെ മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ തന്നെയാണ്. ഇറ്റ്സ് അറൌണ്ട് 87.5%. ഓക്കെ, സോ അപ്പോൾ മിൽക്കിൻ്റെ മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ ആണ്. 87.5% ആണ് വാട്ടറിൻ്റെ പെർസെൻറ്റേജ് വരുന്നത് മിൽക്കിൽ. സോ അപ്പോൾ മിൽക്കിലുള്ള മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫേസ് ഓഫ് മിൽക്ക് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, വാട്ടർ ആണ് എന്ന് ഓർക്കുക. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ്, 87.5% ആണ്. സോ ആ വാട്ടറിലാണ് ബാക്കി കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മിൽക്ക് ഡിസോൾവ് ആയിട്ടുള്ളത് എന്ന് ഓർക്കുക. അപ്പോൾ ബാക്കി കോൺസ്റ്റിറ്റ്യൂവൻസിനെയാണ് നമ്മൾ ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 12.5%. ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉള്ള പോർഷൻ ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഈ വാട്ടറിൻ്റെ പെർസെൻറ്റേജ്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് വാട്ടർ പ്രസൻറ്റ് ഇൻ മിൽക്ക് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നോട്ട് ദാറ്റ് പോയിന്റ്. സോ അപ്പോൾ മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് മിൽക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ ആണ്. ദാറ്റ് ഈസ് 87.5%. ആൻഡ് ബാക്കി ടോട്ടൽ സോളിഡ്സ് എത്രയാണ് വരുന്നത്, 12.5%. സോ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടത്, കണ്ടിന്യൂസ് ഫേസ് ഇൻ മിൽക്ക് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, വാട്ടർ ആണ് എന്ന് ഓർക്കുക. സോ ആ വാട്ടറിലാണ് ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് ഡിസോൾവ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളതിനെ കണ്ടിന്യൂസ് ഫേസ് എന്ന് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, സോ പിന്നെ ഫാറ്റ് 3.8% ആണ്. അതുപോലെ തന്നെ SNF 8.3% ആണ്. അപ്പോൾ നമ്മുടെ പാലിൽ ഫാറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. അത് എത്രയാണ്, 3.8% ആണ്. ജസ്റ്റ് റിവേഴ്സ് ഓഫ് ദാറ്റ് 8.3 എത്രയാണ്, SNF. സോ വാട്ട് ഈസ് ദിസ് SNF എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SNF എന്താണ് എന്ന് പറഞ്ഞാൽ സോളിഡ്. SNF എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് നോൺ ഫാറ്റ് കണ്ടന്റ് ആണ്. സോ സോളിഡ് നോൺ ഫാറ്റ് കണ്ടന്റ്സിനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് SNF എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ SNFിൻ്റെ പെർസെൻറ്റേജ് എത്രയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8.3% ആണ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ടോട്ടലി വാട്ടറിൽ മെയിൻലി ഈ 3 കോൺസ്റ്റിറ്റ്യൂവൻസ് ആണുള്ളത്. ഒന്ന് വാട്ടർ, പിന്നെ രണ്ടാമത്തെ ടോട്ടൽ സോളിഡ്സ്. ആ സോളിഡ്സിൽ നമുക്ക് മിനറൽ സോൾട്സ് ഇൻക്ലൂഡ് ആണ്, ലാക്ടോസ് ഇൻക്ലൂഡ് ആണ്, സിട്രേറ്റ്സ് ഇൻക്ലൂഡ് ആണ്, ആസിഡ് ഫോസ്ഫേറ്റേസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ടോട്ടൽ സോളിഡ്സ് വരുന്നത്. അതിൽ തന്നെ ഫാറ്റ് ഇൻക്ലൂഡ് ആണ്. അത് സെപ്പറേറ്റ് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് 3.8%. ആൻഡ് SNF ബാക്കി ഫാറ്റ് അല്ലാതെ നമ്മളിപ്പോൾ പറഞ്ഞ മിനറൽ ആസിഡ്സ്, സോൾട്സ്, മിനറൽ സോൾട്സ്, ആസിഡ് ഫോസ്ഫേറ്റേസ്, അതുപോലെ ലാക്ടോസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ കളക്റ്റീവ്ലി SNF എന്ന് വിളിക്കും. സോളിഡ് നോൺ ഫാറ്റ് കണ്ടന്റ്, അതാണ് ഈ SNFിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, 8.3. സോ അപ്പോൾ മേജർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എന്ന് പറയുമ്പോൾ മിൽക്കിലുള്ള മേജർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് വാട്ടർ ആണ്. ദാറ്റ് ഈസ് 87.5%. ആൻഡ് ടോട്ടൽ സോളിഡ്സിൽ 12.5 ആണ്. സോ അതിൽ ഫാറ്റ് 3.8% ആൻഡ് SNF 8.3%. സോ ഈ ഒരു വാട്ടറിലാണ് ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് ഡിസോൾവ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ അപ്പോൾ അത് എങ്ങനെയാണ് അതിൽ പ്രസൻറ്റ് ആയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഫാറ്റ് എടുക്കുകയാണ്. ഫാറ്റ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് പ്രസൻറ്റ് ആസ് ആൻ എമൽഷൻ ആണ്. എമൽഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഫാറ്റ്, കൊഴുപ്പാണ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ഒരു ഓയിൽ എടുത്ത് വെള്ളത്തിൽ ഒഴിക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, അതിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും. സോ ലൈക്ക് ദാറ്റ് ഈ ഫാറ്റും നമ്മുടെ മിൽക്കിൽ പ്രസൻറ്റ് ആയിട്ടുള്ളത് ആസ് എമൽഷൻ ആണ്. ഓക്കെ, അത് മറന്നു പോകരുത്, ക്വസ്റ്റ്യൻ്റെ ചാൻസ് ഉള്ള പോർഷൻ ആണ്. ഫാറ്റ് ഈസ് പ്രസൻറ്റ് ആസ് എമൽഷൻ ആണ്. പ്രോട്ടീൻസ് ആർ പ്രസൻറ്റ് ആസ് കൊളോയിഡൽ സൊല്യൂഷൻ. അപ്പോൾ എമൽഷൻ എന്താ നമ്മൾ പറഞ്ഞു, വെള്ളത്തിൽ ഇച്ചിരി എണ്ണ ഒഴിക്കുകയാണെങ്കിൽ, ഓയിൽ നമ്മൾ ഡ്രോപ്സ് ഒഴിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണോ ഫ്ലോട്ട് ചെയ്യുന്നത് ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ എമൽഷൻ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ കൊളോയിഡൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, നമുക്കറിയാം എഗ്ഗിൻ്റെ റിച്ച് അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ റിച്ച് ആയിട്ടുള്ള സോഴ്സ് ആണ് എഗ്ഗ് അല്ലേ. അപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രിസിപ്പിറ്റേറ്റ് ഫോമിൽ നമുക്കത് കിട്ടും അല്ലേ, കുറച്ചൊരു ഡസ്കി ആയിട്ടൊരു
ഫോമിൽ ഇങ്ങനെ കിട്ടും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളോയിഡൽ സസ്പെൻഷൻ. അങ്ങനത്തെ ഒരു ഫോമിലാണ് നമുക്ക് പ്രോട്ടീൻസ് പ്രസന്റ് ആയിട്ടുള്ളത് മിൽക്കിൽ. അതുപോലെ തന്നെ ലാക്ടോസ് ആൻഡ് മിനറൽ സോൾട്സ് സൊല്യൂഷൻസ് ആണ്, കംപ്ലീറ്റ്ലി അതിൽ ഡിസോൾവ് ആയിട്ടാണ് ഉള്ളത്. സൊല്യൂട്ടും സോൾവെന്റും നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഡിസോൾവ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ അതാണ്. സോ അപ്പോൾ ഫാറ്റ് എങ്ങനെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്, എമൽഷൻ ആയിട്ടാണ്. Proteins are present as colloidal solutions and lactose and mineral acids are present as solution in milk. Okay, so that's all about composition of milk. No doubt so far, I think. So we are moving on to the next slide. So ഇപ്പോഴാണ് നമ്മൾ ടോപ്പിക് പ്രോപ്പറിലേക്ക് വരുന്നത്. ആദ്യം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പറഞ്ഞത്. സോ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്, അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ദിസ് സ്ലൈഡ്. സോ when we are looking into the physicochemical properties of milk, that includes color of milk. First color of milk aanu, then second flavor of milk, then third one acidity and pH, fourth one specific gravity and density, fifth one freezing and boiling point, sixth one surface tension, and seventh one heat stability. So these are coming under the physicochemical properties of milk. So അപ്പോൾ ഇതിൽ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ we are moving on to the next slide. First about the color of milk. So color of milk എന്ന് പറയുമ്പോഴത്തേക്കും that is due to the colloidal casein particles and the dispersed fat globules which scatters light. അപ്പോൾ നമ്മൾ ഈ കളർ, ഒരു മിൽക്കിനൊരു പ്രത്യേക കളർ ഉണ്ടാവും അല്ലേ. So that is due to the presence of colloidal casein. Casein എന്താണ്, പ്രോട്ടീൻ ആണ്. പാലിലുള്ള the major protein which is present in milk is casein ആണ്. So the casein, that due to the color of the milk is due to colloidal casein particles and dispersed fat globules which scatters light. അപ്പോൾ നമുക്കറിയാം ഈ റെയിൻബോ ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രൊസീജിയർ എന്താണ്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ് അല്ലേ. സോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് കളർ, മിൽക്കിന് ഒരു കളർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. സ്കാറ്ററിങ് ഡ്യൂ ടു ദ casein particles and fat globules. That's it. സോ അപ്പോൾ നമ്മൾ കളറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കൗ മിൽക്ക് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ക്രീമി ഓർ യെല്ലോ ഇൻ കളറാണ്. നമുക്കറിയാം പശുവിൻ്റെ പാല് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു യെല്ലോ ടിഞ്ച് ഉണ്ടാവും അല്ലേ. സോ കൗ മിൽക്ക് ഈസ് ക്രീമി ഓർ യെല്ലോ ഇൻ കളർ, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് എന്താണ്, ബീറ്റാ കരോട്ടീൻ ആണ്. ഓക്കെ, അത് മറന്നു പോകരുത്, ബീറ്റാ കരോട്ടീൻ ആണ്. ബീറ്റാ കരോട്ടീൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു, സോ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ബീറ്റാ കരോട്ടീൻ. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, കൗ മിൽക്കിൻ്റെ ആ ഒരു കളർ ക്രീമി ഓർ യെല്ലോ കളർ ഈസ് ബിക്കോസ് ഓഫ് ബീറ്റാ കരോട്ടീൻ. പ്രസൻസ് ഓഫ് ബീറ്റാ കരോട്ടീൻ ആണ് ആ ഒരു ക്രീമി ഓർ യെല്ലോ കളർ കൗ മിൽക്കിന് കൊടുക്കുന്നത്. അപ്പോൾ ബീറ്റാ കരോട്ടീൻ എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിറ്റമിൻ എയുടെ പ്രിക്കേഴ്സർ ഫോമാണ്. ഓക്കെ, പ്രോ വിറ്റമിൻ എന്ന് നമ്മൾ പറയില്ലേ. സോ വിറ്റമിൻ ആവുന്നതിൻ്റെ തൊട്ട് മുന്നിലത്തെ സ്റ്റേജിനെയാണ് നമ്മൾ പ്രോ വിറ്റമിൻ അല്ലെങ്കിൽ പ്രിക്കേഴ്സർ ഓഫ് വിറ്റമിൻ എ എന്ന് നമുക്ക് പറയാം. സോ അപ്പോൾ ആ കൗ മിൽക്കിന് ക്രീമി കളർ കൊടുക്കുന്നത് ബീറ്റാ കരോട്ടീൻ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ക്യാരറ്റിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ആ ഒരു സെയിം കൈൻഡ് ഓഫ് സബ്സ്റ്റൻസ് തന്നെയാണ്. സോ ബീറ്റാ കരോട്ടീൻ നമുക്കറിയാം, ക്യാരറ്റ് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് വിറ്റമിൻ എ അല്ലേ. സോ അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പ്രിക്കേഴ്സർ ഫോമാണ് ബീറ്റാ കരോട്ടീൻ. ആ ബീറ്റാ കരോട്ടീൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കൗ മിൽക്കിന് ഈ ക്രീമി കളർ അല്ലെങ്കിൽ യെല്ലോയിഷ് കളർ ഉള്ളത്. ഓക്കെ, ആസ് യു ക്യാൻ സീ ഹിയർ അതൊരു യെല്ലോ കളറാണ് അല്ലേ. ഇവിടെ കൗ മിൽക്കിന് ഒരു യെല്ലോ കളറാണ്. സോ തൊട്ടടുത്തുള്ളത് ബഫല്ലോ മിൽക്കാണ്. സോ ദാറ്റ് ഈസ് ദർ ഈസ് എ ഡിഫറൻസ് അല്ലേ കളർ. ഇവിടെ ഒരു യെല്ലോ ടിഞ്ച് ഉണ്ട്, ദാറ്റ് ഈസ് വൈറ്റ് ഇൻ കളർ. സോ അപ്പോൾ ആ ഒരു യെല്ലോയിഷ് ടിഞ്ച് അല്ലെങ്കിൽ ക്രീമി അപ്പിയറൻസ് കൗ മിൽക്കിന് കൊടുക്കുന്നത് ആരാണ്, ബീറ്റാ കരോട്ടീൻ ആണ് എന്ന് ഓർക്കുക. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ബഫല്ലോ മിൽക്ക് വൈറ്റ് കളർ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വൈറ്റ് കളർ കിട്ടുന്നത് ആബ്സെൻസ് ഓഫ് ബീറ്റാ കരോട്ടീൻ ആണ്. ഓക്കെ, അവിടെ ബീറ്റാ കരോട്ടീൻ ഇല്ല. അവിടെ എത്തുമ്പോഴത്തേക്കും ആ ഒരു ബീറ്റാ കരോട്ടീൻ എന്തായി കൺവേർട്ട് ആയിട്ടുണ്ട്, വിറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ബഫല്ലോ മിൽക്കിൽ എന്തില്ലാത്തത്, ആ ഒരു ക്രീമി കളറില്ല, അതായത് വൈറ്റിഷ് ആയി പോയത്. അല്ലെങ്കിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കേസിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ കേസിൻ്റെ പ്രസൻസ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു കളർ വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ കൗ മിൽക്കിൻ്റെ ആ ഒരു ക്രീമി കളർ ഈസ് ബിക്കോസ് ഓഫ് ബീറ്റാ കരോട്ടീൻ എന്ന് പറഞ്ഞു. അത് ബഫല്ലോ മിൽക്കിൽ വരുമ്പോഴത്തേക്കും വിറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. സോ ദാറ്റ് കളർ ചേഞ്ചസ് ടു വൈറ്റ്. ഓക്കെ, വൈറ്റ് കളറായിട്ട് മാറും. അല്ലെങ്കിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കേസിൻ എന്ന് നമുക്ക് പറയാം. പിന്നെ സ്കിം മിൽക്ക് ഇതാ ഇവിടെ നോക്കിയേ. സോ ദിസ് വൺ
ഒരു ബ്ലൂയിഷ് ടിൻറ്റ് നമുക്ക് കാണാൻ പറ്റും അല്ലേ, ബ്ലൂയിഷ് ടിൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് സ്കിം മിൽക്ക് എന്ന് വെച്ചാൽ എന്താണ്, നമുക്കറിയാം ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു മിൽക്കിനെയാണ് നമ്മൾ സ്കിം മിൽക്ക് എന്ന് വിളിക്കുന്നത് അല്ലേ, സ്കിം മിൽക്ക് എന്ന് വിളിക്കും. സോ അപ്പോൾ ഫാറ്റ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അവിടെ നമ്മൾ പഠിച്ച പോലെ തന്നെ ആ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് നടക്കാനുള്ള ചാൻസസ് കുറവാണ്. സോ ദാറ്റ് നമുക്കറിയാം ആ ഒരു ആകാശം ഒക്കെ നീലയായിട്ട് കാണുന്ന അല്ലെങ്കിൽ ബ്ലൂ കളറിൽ കാണുന്ന ഇതിൻ്റെ പിന്നിലെ ആ ഒരു സയൻസ് നമുക്കറിയാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് ഈസ് ബ്ലൂയിഷ് ഇൻ കളർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ റിമൂവൽ ഓഫ് ഫാറ്റ്. അപ്പോൾ ഫാറ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റിൻ്റെ ചാൻസ് കുറവാണ്. സോ ദാറ്റ് ലീഡ്സ് ടു അപ്പിയറൻസ് ഓഫ് സ്കിം മിൽക്ക് എ ബ്ലൂയിഷ് കളർ. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ടാണ് ആ സ്കിം മിൽക്ക് എന്തായി പോയത്, ബ്ലൂയിഷ് ഒരു ടിൻറ്റ് കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ എന്താണ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിൽക്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള മെയിൻ പ്രോട്ടീൻസിൽ ഒരെണ്ണമാണ് കേസീൻ എന്ന് നമ്മൾ പറഞ്ഞു, വേറെ ഒരെണ്ണം വേ പ്രോട്ടീൻ ആണ്. സോ വേ എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ പാല് പിരിഞ്ഞു പോവുക നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ചീത്തയായി പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നെയ്യ് വെണ്ണയൊക്കെ എടുക്കാനായിട്ട് നമ്മൾ അതിൽ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുമ്പോൾ ആ ഒരു സോളിഡ് പോർഷൻ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അടിയിൽ ആ ഒരു ഫ്ലൂയിഡ് കിട്ടും, നമുക്കൊരു ലിക്വിഡ് കിട്ടും. ആ ഒരു ലിക്വിഡ് ഈ ഒരു കളറിലായിരിക്കും ഇരിക്കുക അല്ലേ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ആ ഒരു ഗ്രീനിഷ് കളർ, ഗ്രീനിഷ് യെല്ലോ അല്ലെങ്കിൽ ഗ്രീനിഷ് കളറ് ഉള്ള ആ ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വേ എന്ന് വിളിക്കുന്നത്. ആ ഗ്രീനിഷ് കളർ ഈസ് ഡ്യൂ ടു the presence of riboflavin. ഓക്കെ, സോ റിബോഫ്ലാവിൻ്റെ പ്രസൻസ് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഗ്രീനിഷ് കളർ കിട്ടുന്നത്. അപ്പോൾ റിബോഫ്ലാവിൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അറിയായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിൽ കൂടി ഞാൻ പറയാം. വിറ്റമിൻ B2 അല്ലേ, വിറ്റമിൻ B2യുടെ വേറൊരു പേരാണ് റിബോഫ്ലേവിൻ. അപ്പോൾ വിറ്റമിൻ B2 പ്രസൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു സ്കിം മിൽക്കിന് ഗ്രീനിഷ് കളർ കിട്ടുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ബി കോംപ്ലക്സിൽ ഉള്ളൊരു വിറ്റമിനാണ് B2, അതിൻ്റെ വേറൊരു പേര് അല്ലെങ്കിൽ അറിയപ്പെടുന്നതാണ് റിബോഫ്ലേവിൻ എന്ന്. സോ അപ്പോൾ അതാണ് നമ്മൾ കളർ ഓഫ് മിൽക്കിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു കളർ ഓഫ് മിൽക്ക് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കൊളോയിഡൽ കേസിൻ പാർട്ടിക്കിൾസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് വിച്ച് സ്കാറ്റേഴ്സ് ലൈറ്റ്. അത് ഒരു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് സംഭവിക്കുന്ന കാരണം, ആര് കാരണമാണ് സ്കാറ്ററിംഗ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളോയിഡൽ കേസിൻ, ദാറ്റ് ഈസ് പ്രോട്ടീൻ ആണ്, ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫാറ്റ് ഗ്ലോബ്യൂൾസ്, അത് കാരണമാണ് ആ ഒരു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് സംഭവിക്കുന്നത്. സോ കൗ മിൽക്കിന്റെ കളർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രീമി ഓർ യെല്ലോ ഇൻ കളർ ആണ്, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബീറ്റാ കരോട്ടിൻ വിച്ച് ഇസ് എ പ്രിക്കോസർ ഫോം ഓഫ് വിറ്റമിൻ എ. വിറ്റമിൻ എയുടെ പ്രിക്കോസർ ഫോം ആണ്. അതേ സമയത്ത് ആ ഒരു ബീറ്റാ കരോട്ടിൻ ബഫല്ലോ മിൽക്കിൽ കുറവാണ്, ഡെഫിഷ്യൻ്റ് ആണ്. വൈ? ബിക്കോസ് ആ ഒരു ബീറ്റാ കരോട്ടിൻ വിറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആയി ഇതുണ്ടാവും. ഓക്കെ, സോ ആ ഒരു അല്ലെങ്കിൽ ആ കൗ മിൽക്കിന് ബീറ്റാ കരോട്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പവർ കൂടുതലാണ്. ആ ഒരു ട്രാൻസ്മിറ്റിംഗ് കൗ മിൽക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ബഫല്ലോ മിൽക്കിൽ കുറവാണ്. സോ അതുകൊണ്ടാണ് ആ ഒരു കളർ ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കേസിൻ എന്ന് നമുക്ക് പറയാം. അതുപോലെ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞത് പ്രസൻസ് ഓഫ് പ്രോട്ടീൻ. 2 മേജർ പ്രോട്ടീൻസ് ആണ് നമുക്ക് മിൽക്കിലുള്ളത്. മേജർ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേസിനാണ്, സെക്കൻഡ് വേ പ്രോട്ടീനും ഉണ്ട്. ഓക്കെ, സോ പിന്നെ സ്കിം മിൽക്ക് എന്താണെന്ന് നമ്മൾ നോക്കി, ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു മിൽക്കിനെയാണ് നമ്മൾ സ്കിം മിൽക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കളറ് ബ്ലൂയിഷ് കളറാണ്. ആ ഫാറ്റ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്താവും, കുറയും. സോ അതുകൊണ്ട് തന്നെ ഒരു ബ്ലൂയിഷ് ടിൻറ്റ് ആ ഒരു സ്കിം മിൽക്കിന് ഉണ്ടാവും. പിന്നെ വേ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഗ്രീനിഷ് യെല്ലോ അല്ലെങ്കിൽ യെല്ലോയിഷ് ഗ്രീൻ സൊല്യൂഷൻ ആണ്, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് റിബോഫ്ലവിൻ, ദാറ്റ് ഈസ് വിറ്റമിൻ B2 എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ക്ലിയർ? സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഫ്ലേവർ ഓഫ് മിൽക്ക്. അപ്പോൾ ഫ്ലേവർ, നമുക്ക് പാലിന് രുചി ഉണ്ടാവും അല്ലേ. സോ എന്തുകൊണ്ടാണ് ആ ഒരു രുചി കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രുചി എന്താണ് പാലിൻ്റെ രുചി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്വീറ്റ് പ്ലസ് സോൾട്ട്, ഒരു മിക്സഡ് രുചിയായിരിക്കും ഉണ്ടാവുക അല്ലേ. സോ അതെന്തുകൊണ്ടാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സ്വീറ്റ് ടേസ്റ്റ് നമുക്കറിയാം, ഷുഗറാണ്, ലാക്ടോസ് അല്ലേ, പാലിലുള്ള ഷുഗറാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ലാക്ടോസ് ആണ് ആ ഒരു സ്വീറ്റ് ടേസ്റ്റ് കൊടുക്കുന്നത്. ആൻഡ് സോൾട്ട് ആ ഒരു സോൾട്ടി ടേസ്റ്റ് വരുന്നത് മിനറൽ സോൾട്സിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ സ്വീറ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ വേറൊരു ഫോമാണ്, ഗ്ലൂക്കോസ് പോലെ തന്നെ വേറൊരു ഫോമാണ് ലാക്ടോസ് എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ ആ ലാക്ടോസ് പ്രസൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ആ സ്വീറ്റി ടേസ്റ്റ് വരുന്നത്. ആ സോൾട്ടി ടേസ്റ്റ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മിനറൽ സോൾസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, മിനറൽ സോൾസ് പ്രസൻ്റ് ആയിട്ടുള്ളതാണ്. സോ അപ്പോൾ ദ ഫ്ലേവർ ഓഫ് മിൽക്ക് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് സ്വീറ്റ് ആൻഡ് salt ആണ്. സ്വീറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലാക്ടോസ് ആൻഡ് സോൾട്ട് ഈസ് ബിക്കോസ് ഓഫ് മിനറൽ സാൾട്സ്. ഓക്കെ, ആൻഡ് ഓൾസോ ഫോസ്ഫോലിപ്പിഡ്സ്, ഫാറ്റി ആസിഡ്സ് ആൻഡ് ഫാറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു സം എക്സ്റ്റെൻറ്റ്. അപ്പോൾ അത് ലാക്ടോസും മിനറൽ സോൾട്സും മാത്രം കൊണ്ടല്ല, കുറച്ച് ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ഫോസ്ഫോലിപ്പിഡ്സും ഫാറ്റി ആസിഡ്സും ഫാറ്റും കുറച്ചൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഫ്ലേവറിന് അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, പച്ചപ്പാലും നമ്മൾ തിളപ്പിച്ച അല്ലെങ്കിൽ ബോയിൽഡ് മിൽക്കും ആ രണ്ടും ടേസ്റ്റ് ചെറിയ വ്യത്യാസം ഉണ്ടാകും. സോ അപ്പോൾ കുക്ക്ഡ് ഫ്ലേവർ ഓഫ് മിൽക്ക് എന്തുകൊണ്ടാണ്, അത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. സോ കുക്ക്ഡ് ഫ്ലേവർ ഓഫ് മിൽക്ക് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആരാണ്? സൾഫ് ഹൈഡ്രൽ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, സോ സൾഫ് ഹൈഡ്രൽ കോമ്പൗണ്ട്സിന്റെ പ്രസൻസ് കൊണ്ടാണ് നമുക്ക് ആ ഒരു കുക്ക്ഡ് ഫ്ലേവർ, നമ്മൾ തിളപ്പിച്ച പാൽ അല്ലെങ്കിൽ ബോയിൽഡ് മിൽക്കിന്റെ ആ ഒരു രുചിയും പച്ചപ്പാലിന്റെ രുചിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അല്ലേ. സോ അപ്പോൾ ആ ഒരു പച്ചപ്പാലിന്റെ രുചി ഇതൊക്കെ കൊണ്ടാണ് എങ്കിൽ ആ ബോയിൽഡ് മിൽക്ക് അല്ലെങ്കിൽ കുക്ക്ഡ് മിൽക്കിന്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്ന ആര് കാരണമാണ്? സൾഫ് ഹൈഡ്രൽ കോമ്പൗണ്ട്സ് കാരണമാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ക്ലിയർ? സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അസിഡിറ്റി. അപ്പോൾ അസിഡിറ്റി ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ. ഓക്കെ, സോ അസിഡിറ്റി ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ അസിഡിറ്റി ആണ്. സോ അസിഡിറ്റി എന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, അസിഡിറ്റി എന്ന് പറയുമ്പോൾ pH എന്ന് പറയും അല്ലേ. pH അഥവാ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. ബേസിക് കെമിസ്ട്രി നോളജ് ഇല്ലാത്തവരാരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു, എന്നാലും ഞാൻ പറയാം. ഇപ്പോൾ കുറേ ഗ്യാപ്പൊക്കെ വിട്ടിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അതൊന്ന് റിക്കോൾ ചെയ്ത് പോകാം. സോ pH എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ് അല്ലേ. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ H+ ആണ്. സോ അപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ H+ന്റെ ആ ഒരു കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് എന്ത് കൂടും? അസിഡിറ്റി കൂടും. ഓക്കെ, സോ OH- അതാണ് ഹൈഡ്രോക്സിൽ അയോൺസ്. അപ്പോൾ ഹൈഡ്രോക്സിൽ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് അസിഡിറ്റി കുറയും. സോ ഇത് ഒരു ബേസിക് കെമിസ്ട്രി നോളജ് ആണ്. സോ അപ്പോൾ pH എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്. സോ അതിൽ H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ ദാറ്റ് ഈസ് അസിഡിക്. OH- അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്കറിയാം ന്യൂട്രൽ pH എത്രയാണ്? 7 ആണ് അല്ലേ. ന്യൂട്രൽ pH അതായത് നമ്മുടെ വാട്ടറിന്റെ H2O അല്ലേ, H2Oയുടെ ആ ഒരു pH എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 7ന് താഴേക്ക്, അതായത് 6, 5, 4 ഇതൊക്കെയാണ് ആ ഒരു pH വാല്യൂ എങ്കിൽ അതിനെ നമ്മൾ അസിഡിക് എന്നും അല്ലെങ്കിൽ ആസിഡ്സ് എന്നും, അതിന് മുകളിലേക്ക് 8, 9, 10 ഒക്കെയാണ് pH എങ്കിൽ അതിനെ നമ്മൾ ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസ് എന്ന് വിളിക്കും അല്ലേ. സോ ദിസ് ഇസ് ദ ബേസിക് തിങ് അബൌട്ട് pH. നമുക്കറിയാം pH എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്. OH എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ അത് ആസിഡ് ആണ്. OH- അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബേസ് അല്ലെങ്കിൽ ആൽക്കലൈൻ ആണ് എന്ന് നമുക്കറിയാം. സോ അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the element which is present commonly in every acids അല്ലെങ്കിൽ almost all acidsലും present ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? H+ ആണ് എന്ന് നമുക്കറിയാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ H2SO4 എല്ലാം എടുക്കുമ്പോൾ നമുക്ക് എന്താണ്? ഈ H+ അയോൺ അല്ലെങ്കിൽ കാണാനായിട്ട് പറ്റും. സോ കോമൺ എവറി ആസിഡ് എന്ന് പറയുമ്പോൾ അത് H+ അയോൺ ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്കറിയാം ന്യൂട്രൽ pH 7 ആണ്, വാട്ടറിന്റെ pH ആണ് 7ന് താഴേക്ക് ദാറ്റ് ഈസ് 6.9 ആണെങ്കിൽ പോലും ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി അസിഡിക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം താഴേക്ക് വരുന്നതിന് അസിഡിക് എന്നും മുകളിലേക്ക് 8, 9 അല്ലെങ്കിൽ 7.1, 7.2 ആണെങ്കിൽ പോലും അതിനെ നമ്മൾ ബേസ് എന്നും വിളിക്കാം. ഓക്കെ, സോ ബേസും ആൽക്കലൈനും രണ്ടും ചെറിയ ഡിഫറൻസ് ഉണ്ട്, അറിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 7ന് മുകളിലേക്ക് pH വാല്യൂ ഉള്ളവരെയാണ് നമ്മൾ ബേസ് എന്ന് വിളിക്കുന്നത്. അതിൽ വാട്ടർ സോല്യൂബിളും ഉണ്ട്, വാട്ടറിൽ ഇൻസോല്യൂബിളും ഉണ്ട്. അപ്പോൾ വാട്ടറിൽ സോല്യൂബിൾ ആവുന്ന ബേസിനെ നമ്മൾ ആൽക്കലൈൻ എന്ന് വിളിക്കും, ആൽക്കലീസ് എന്ന് വിളിക്കും. ഇൻസോല്യൂബിൾ ആയിട്ടുള്ളതിനെ ബേസ് എന്ന് വിളിക്കും. ആ ഒരു ഡിഫറൻസും കൂടി മനസ്സിലാക്കുക. ഓക്കെ, സോ അപ്പോൾ അത് നമ്മൾ pH-നെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ pH-നെ കുറിച്ച് പറഞ്ഞിട്ട് ഓക്കെ, അപ്പോൾ നമ്മൾ pH-നെ കുറിച്ച് അത്രയും പറഞ്ഞു. ദെൻ അപ്പോൾ നമ്മൾ pH കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സിൽ ഒരെണ്ണമാണ് ലിറ്റ്മസ് പേപ്പർ അല്ലേ. സോ അപ്പോൾ ലിറ്റ്മസ് പേപ്പർ ഈസ് അംഫോട്ടറിക് ടു മിൽക്ക്. ഓക്കെ, ഫ്രഷ് മിൽക്ക് ഈസ് അംഫോട്ടറിക് ടു ലിറ്റ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ ലിറ്റ്മസ് ആണ് ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അത് റെഡായിട്ട് മാറുകയും
റെഡ് ലിറ്റ്മസ് ആണ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അത് ബ്ലൂ ആയിട്ട് മാറുകയും ചെയ്യും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സ, ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു റിയാക്ഷൻ ഇറ്റ് വിൽ ടേക്സ് പ്ലേസ്. സോ ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ആംഫോടെറിക്. ഓക്കെ, സോ അപ്പോൾ ഫ്രഷ് മിൽക്ക് ഈസ് ആംഫോടെറിക് ടു എന്താണ്, മിൽക്കാണ്. സോ അപ്പോൾ റെഡ് ലിറ്റ്മസ് ആണെങ്കിൽ ബ്ലൂ ആയിട്ട് മാറും, ബ്ലൂ ആണെങ്കിൽ റെഡ് ആയിട്ട് മാറും. സോ അപ്പോൾ അവിടെ നമുക്ക് ഒരു ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടൈട്രേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, +2 നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സുമാണ് ടൈട്രേഷൻ, വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ റിയേജൻറ്റ് കോൾഡ് ഫിനോൾഫ്തലിൻ അല്ലേ. ഫിനോൾഫ്തലിൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ടൈട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ അറിയാം പ്യൂററ്റും പിപ്പറ്റും വെച്ചിട്ട് ഡ്രോപ്പ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കളർ, ഒരു പിങ്കിഷ് ഷെയ്ഡ് കിട്ടുന്ന ആ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ ആസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിനിറ്റി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ ആംഫോടെറിക് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈട്രേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ടൈട്രേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മിൽക്ക് ഈസ് അസിഡിക് ഇൻ നേച്ചർ. ഓക്കെ, മിൽക്ക് അസിഡിക് ആണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ആ ഒരു അസിഡിറ്റി അവനെ നമ്മൾ ടൈട്രേറ്റബിൾ അല്ലെങ്കിൽ ടൈട്രേഷൻ ചെയ്തിട്ട് കിട്ടുന്ന ഒരു ടൈട്രേറ്റബിൾ അസിഡിറ്റിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം, നാച്ചുറൽ അസിഡിറ്റി അല്ലെങ്കിൽ അപ്പാരന്റ് അസിഡിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, സോ ടൈട്രേറ്റബിൾ അസിഡിറ്റി ഈസ് ഓൾസോ കോൾഡ് ആസ് നാച്ചുറൽ അസിഡിറ്റി ഓർ അപ്പാരന്റ് അസിഡിറ്റി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ടൈട്രേറ്റബിൾ അസിഡിറ്റിയും അപ്പാരന്റ് അസിഡിറ്റിയും നാച്ചുറൽ അസിഡിറ്റിയും എല്ലാം എന്താണ്, വൺ ആൻഡ് ദ സെയിം തന്നെയാണ്. സോ അത് മാറിപ്പോകരുത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം, നാച്ചുറൽ അസിഡിറ്റി ഓഫ് മിൽക്ക് എന്ന് ചോദിച്ചാലും ടൈട്രേറ്റബിൾ അസിഡിറ്റി ഓഫ് മിൽക്ക് എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ അപ്പാരന്റ് അസിഡിറ്റി എന്ന് ചോദിച്ചാലും എല്ലാം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ അപ്പോൾ അതെന്താണ്, അസിഡിക് ആണ്. സോ ദ മിൽക്ക് ഈസ് അസിഡിക് ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ മിൽക്കിൻ്റെ pH എത്രയാണ് എന്ന് നമ്മൾ വരുന്ന ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ പിന്നെ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു അസിഡിറ്റി ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ SNFന്റെ പ്രസൻസ് കാരണമാണ്. സോ ഈ SNFന്റെ പ്രസൻസ് കാരണമാണ് അസിഡിറ്റി ഉള്ളത്. ദാറ്റ് ഈസ് എന്താണ്, ആസിഡ് ഫോസ്ഫേറ്റേസ്, കേസിൻ അല്ലെങ്കിൽ സിട്രേറ്റ്, ഇതെല്ലാം പ്രസന്റ് ആയിട്ടുള്ള ആ ഒരു ലാക്ടോസ് അല്ല. സോ അപ്പോൾ ഈ കേസിനും ആസിഡ് ഫോസ്ഫേറ്റേസ്, സിട്രേറ്റ് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു നാച്ചുറൽ ആയിട്ട് അസിഡിറ്റി ആ ഒരു മിൽക്കിന് ഉള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ അപ്പോൾ മിൽക്ക് ഈസ് ആംഫോടെറിക് ടു ലിറ്റ്മസ് പേപ്പർ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ടൈട്രേഷൻ വെച്ചിട്ടായിരിക്കും അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുക. ടൈട്രേഷൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അസിഡിക് ഇൻ നേച്ചർ ആണ്. സോ ദാറ്റ് അസിഡിറ്റി ഈസ് ഓൾസോ കോൾഡ് എസ് നാച്ചുറൽ അസിഡിറ്റി ഓർ അപ്പാരന്റ് അസിഡിറ്റി അല്ലെങ്കിൽ ടൈട്രേറ്റബിൾ അസിഡിറ്റി എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കേസിൻ, സിട്രേറ്റ് ആൻഡ് ആസിഡ് ഫോസ്ഫേറ്റേസ്. ഓക്കെ, അതെല്ലാം എന്താണ്, SNF ആണ്. അപ്പോൾ ഇതും നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ്. അപ്പോൾ SNF ഇത് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം സോളിഡ് നോൺ ഫാറ്റ് കണ്ടൻസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. യെസ്, അപ്പോൾ ആ ഒരു SNF ആണ് അസിഡിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. സോ അപ്പോൾ SNF കൂടിക്കഴിഞ്ഞാൽ അസിഡിറ്റിക്ക് എന്ത് സംഭവിക്കും, അസിഡിറ്റി കൂടും. സോ SNF ആൻഡ് അസിഡിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. SNF കൂടിക്കഴിഞ്ഞാൽ അസിഡിറ്റി കൂടും, SNF കുറഞ്ഞാലോ അസിഡിറ്റി കുറയും. ആ ഒരു പോയിന്റും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, സോ നമുക്ക് ഇൻ കൗ മിൽക്ക് അസിഡിറ്റി എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 0.13 to 0.14 ആണ് കൗ മിൽക്കിൻ്റെ അസിഡിറ്റി എന്ന് പറയുന്നത്. ഇൻ ബഫലോ മിൽക്ക് ആണെങ്കിൽ 0.14 to 0.15 ആണ്. ആ ഒരു രണ്ട് വാല്യൂസും ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ കൗ മിൽക്കിൻ്റെ അസിഡിറ്റി, നാച്ചുറൽ അസിഡിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 0.13 to 0.14 ആണ്. അതുപോലെ തന്നെ ബഫലോ മിൽക്ക് ആണെങ്കിൽ ഇറ്റ് ഈസ് 0.14 to 0.15. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ നാച്ചുറൽ അസിഡിറ്റി. അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് പാലിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിയുകയാണെങ്കിൽ അത് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഡെവലപ്ഡ് അസിഡിറ്റി. സോ ആ ഒരു നമുക്ക് പാലിൽ ലാക്ടോസ് ആയിട്ടാണ് എന്തുള്ളത്, ആ ഒരു ഷുഗർ അല്ലെങ്കിൽ ആ ഒരു ഇത് ലാക്ടോസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. സോ ആ ഒരു ലാക്ടോസ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുമ്പോഴാണ് ആ ഒരു അസിഡിറ്റി വരുന്നത്. ആ ഒരു ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ആയിട്ട് അങ്ങനെ കിട്ടുന്ന ഒരു അസിഡിറ്റിയുടെ പേരാണെന്ത്,
ഡെവലപ്ഡ് അസിഡിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് റിയൽ അസിഡിറ്റി. അപ്പോൾ അവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടൈട്രേറ്റബിൾ അസിഡിറ്റിക്ക് വേറൊരു പേരാണ് നാച്ചുറൽ അസിഡിറ്റി അല്ലെങ്കിൽ അപ്പാരന്റ് അസിഡിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാക്ടോസ്, ആ പാലിൽ പ്രസന്റ് ആയിട്ടുള്ള ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡ് ആയിട്ട് ബാക്ടീരിയൽ ആക്ഷൻ വഴി കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു അസിഡിറ്റി ഫോം ചെയ്യുകയാണ് മിൽക്കിൽ എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെവലപ്ഡ് അസിഡിറ്റി അല്ലെങ്കിൽ റിയൽ അസിഡിറ്റി എന്ന് പറയുന്നത്. പാല് പുളിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ആ ഒരു അസിഡിറ്റി. സോ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്നത് ഏത് അസിഡിറ്റി ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡെവലപ്ഡ് അല്ലെങ്കിൽ റിയൽ അസിഡിറ്റി ആണ്. അതേസമയത്ത് SNF കാരണം പാലിനുള്ള ആ ഒരു അസിഡിറ്റിയെ നമ്മൾ നാച്ചുറൽ അസിഡിറ്റി അല്ലെങ്കിൽ ടൈട്രേറ്റബിൾ അസിഡിറ്റി അല്ലെങ്കിൽ എന്താണ് അപ്പാരന്റ് അസിഡിറ്റി എന്നാണ് വിളിക്കുന്നത്. സോ കൗ മിൽക്കിൻ്റെ ആ ഒരു ഡെവലപ്ഡ് അസിഡിറ്റി എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 6.4 to 6.6 ആണ്. ബഫല്ലോ മിൽക്ക് ആണെങ്കിൽ 6.7 to 6.8 ആണ്. സോ in cow milk the developed acidity is 6.4 to 6.6 and in buffalo milk 6.7 to 6.8 ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ അസിഡിറ്റി അല്ലെങ്കിൽ ഹാർട്ട് ബേൺ വരുമ്പോഴത്തേക്കും പാല് കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഇത് മാറും. ഇപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസ് എൻ്റെ ഫ്രണ്ടിലുണ്ട്, ഡോക്ടേഴ്സ്, ആയുർവേദ, ഹോമിയോ അല്ലെങ്കിൽ BDS അങ്ങനത്തെ കുറേ ഡോക്ടേഴ്സ് എൻ്റെ ഫ്രണ്ടിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞു പോകുന്നത്. കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കും അറിയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ നെഞ്ചരിച്ചിൽ അസിഡിറ്റി ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പാല് കൊടുക്കാൻ പറയും അല്ലേ? അപ്പോൾ അത് കുറയുന്നത് എന്തുകൊണ്ടാണ്? ഈവൻ ദോ ദ മിൽക്ക് ഈസ് അസിഡിക്, വൈ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബഫറിങ് ഏജൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ന്യൂട്രലൈസിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ടെമ്പററി ഒരു ബഫറിങ് ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ള ഒരാൾക്ക് നമ്മൾ പാല് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആ ഒരു ടെമ്പററി ഫോർ എ ടൈം ബീയിങ് ദർ വിൽ ബി എ റിലീഫ്. അത് കഴിയുമ്പോഴത്തേക്ക് ദാറ്റ് വിൽ വേഴ്സൺ ദ കണ്ടീഷൻ. ദ ഹാർട്ട് ബേൺ വിൽ വേഴ്സൺ ബൈ ടൈം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മിൽക്ക് കണ്ടെയ്ൻസ് വാട്ട്? ഫാറ്റ് അല്ലേ? സോ അപ്പോൾ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ ദ സ്റ്റമക്ക് ഷുഡ് പ്രൊഡ്യൂസ് മോർ ആസിഡ് ഫ്രം സ്റ്റമക്ക് അല്ലേ? മ്യൂക്കസ് മെംബ്രെയിൻ ഷുഡ് പ്രൊഡ്യൂസ് മോർ ഹൈഡ്രോക്ലോറിക് ആസിഡ് സോ ദാറ്റ് ദ അസിഡിറ്റി അല്ലെങ്കിൽ ഹാർട്ട് ബേൺ വിൽ വേഴ്സൺ. ഓക്കെ, സോ ഓൺലി there will be a buffering action by this milk. Okay, so അപ്പോൾ അപ്പാർട്ട് അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഡെവലപ്ഡ് അസിഡിറ്റി പറഞ്ഞു, റിയൽ അസിഡിറ്റി എന്നാണ് അതിൻ്റെ വേറൊരു പേര്. ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ആവുമ്പോഴാണ് മിൽക്കിൽ ആ ഒരു അസിഡിറ്റി ഉണ്ടാവുന്നത്. കൗ മിൽക്കിൽ 6.4 to 6.6 ആണ്, ബഫല്ലോ മിൽക്കിൽ 6.7 to 6.8 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു സ്റ്റോർ ചെയ്ത മിൽക്കിൻ്റെ അസിഡിറ്റി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഫ്രഷ് മിൽക്കിലുള്ള അസിഡിറ്റിനെയാണ് നമ്മൾ നാച്ചുറൽ അസിഡിറ്റി എന്ന് വിളിക്കുന്നത് അല്ലേ? നാച്ചുറൽ അസിഡിറ്റി എന്ന് വിളിക്കും. അതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും അവിടെ ഒരു ചെറിയ എന്തുണ്ടാവും? കൺവേർഷൻ, അല്ലെങ്കിൽ ചെറിയ മീൻസ് ഒരു എത്രയൊക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്തു അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ അങ്ങനത്തെ പ്രോസസ്സൊക്കെ അണ്ടർവെൻറ്റ് ചെയ്താലും ദർ വിൽ ബി സം കൈൻഡ് ഓഫ് ബാക്ടീരിയൽ ആക്ഷൻ ഇൻ എവറി മിൽക്ക് അല്ലേ? സോ നമ്മളെ ഒരു ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിത്ത് മിനിമൽ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ വിത്ത് മിനിമൽ കണ്ടാമിനേഷൻ എന്നേ ഉള്ളൂ. മിനിമൽ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കാം, അത് കംപ്ലീറ്റ്ലി നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ കണ്ടാമിനേഷൻ ഇല്ലാതെ കൊടുക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വിത്ത് മിനിമൽ കണ്ടാമിനേഷൻ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് ദർ വിൽ ബി സം ബാക്ടീരിയൽ ആക്ഷൻ ഇൻ എവറി മിൽക്ക്, സ്റ്റോർ ചെയ്താലും ഇല്ലെങ്കിലും. സോ അപ്പോൾ നമുക്ക് ഫ്രഷ് മിൽക്ക് ആണെങ്കിൽ അവിടെ നാച്ചുറൽ അസിഡിറ്റി ഉണ്ടാവും. അത് സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ബാക്ടീരിയൽ ആക്ഷൻ വന്നിട്ട് ലാക്ടോസ് ലാക്റ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ആവും. സോ ദർ വിൽ ബി സം ഡെവലപ്ഡ് അസിഡിറ്റി ഓൾസോ. സോ അപ്പോൾ നമ്മൾ സ്റ്റോർഡ് മിൽക്കിൽ അസിഡിറ്റി മെഷർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഫോർമുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സം ഓഫ് നാച്ചുറൽ അസിഡിറ്റി ആൻഡ് ഡെവലപ്ഡ് അസിഡിറ്റി. മനസ്സിലായല്ലോ? സോ അപ്പോൾ ഇൻ സ്റ്റോർഡ് മിൽക്ക് ദ ടൈട്രേറ്റബിൾ അസിഡിറ്റി ഈസ് ഈക്വൽ ടു the natural acidity, the sum of natural acidity and developed acidity ആണ് എന്ന് ഓർക്കുക. Then the acidity of milk is expressed as എന്താണ്? The percentage of LA. Percentage of LA എന്ന് പറയുമ്പോൾ ലാക്റ്റിക് ആസിഡ് ആണ് എന്ന് ഓർക്കുക. സോ ദ ക്വസ്റ്റ്യൻ ഒളിഞ്ഞു കിടക്കുന്ന രണ്ട് പോർഷൻസ് ആണ്, ഈ ഒരു പോർഷനും അതുപോലെ ഈ ഒരു പോർഷനും. ഓക്കെ, സോ അപ്പോൾ ലാക്റ്റിക് ആസിഡ്, the acidity of milk is expressed as percentage of lactic acid ആണ് എന്നുള്ളത് ഓർക്കുക. So that's it about the natural and developed acidity. Then the acidity of milk vary with, അപ്പോൾ acidity of milk
എന്ത് സംഭവിക്കാം, വേരിയേഷൻസ് സംഭവിക്കാം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആ ഒരു വേരിയേഷൻ എഫക്റ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് സ്പീഷ്യസ് ആണ്. സ്പീഷ്യസ്. സെക്കൻഡ് ബ്രീഡ്. ഏത് ബ്രീഡ്, നമ്മൾ ഏത് സ്പീഷ്യസ്, ഓരോ സ്പീഷ്യസ് തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ എന്തുണ്ടാവും, ആ ഒരു മിൽക്കിൻ്റെ പ്രോപ്പർട്ടീസിൽ അല്ലെങ്കിൽ കോമ്പോസിഷനിൽ വ്യത്യാസം വരും. സോ അതുകൊണ്ട് തന്നെ ദർ വിൽ ബി വേരിയേഷൻ അക്കോർഡിംഗ് ടു ദ സ്പീഷ്യസ് ഓഫ് ദ ബ്രീഡ്, അല്ലെങ്കിൽ കൗ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ ബ്രീഡ്, ഏത് ബ്രീഡാണ്, ഇപ്പോൾ ജേഴ്സി അങ്ങനത്തെ കുറേ ബ്രീഡ്സ് നമുക്കറിയാം അല്ലേ. സോ അതുപോലെ തന്നെ ആ ഒരു ഓരോ ബ്രീഡിനും അനുസരിച്ചിട്ട് വേരിയേഷൻസ് വരാം അസിഡിറ്റിയിൽ. അതുപോലെ തന്നെ ഇൻഡിവിജ്വലി ഇപ്പോൾ സെയിം ബ്രീഡ് തന്നെ എടുക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ രണ്ട് ജേഴ്സി പശുവിനെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജേഴ്സി കൗസിനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, രണ്ട് പശുവും രണ്ട് രീതിക്കാണ്. നമ്മളെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും. ഈച്ച് ഓഫ് അസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ അല്ലേ. സോ അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു രണ്ട് സെയിം ബ്രീഡിലുള്ള രണ്ട് പശുക്കളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും അവർ ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. സോ അവർ ഇൻഡിവിജ്വൽ മിൽക്സിൽ എന്തുണ്ടാവും, പ്രോപ്പർട്ടീസിൽ ഡിഫറൻസ് ഉണ്ടാവും. സോ ദർ വിൽ ബി ഡിഫറൻസ് ഇൻ ദ അസിഡിറ്റി ആസ് വെൽ. സോ ദെൻ തേർഡ് വൺ, സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ. സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ നമുക്കറിയാം, ആ ഒരു ലാക്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിലുള്ള ആ ഒരു മിൽക്കിൻ്റെ പ്രോപ്പർട്ടിക്കും അല്ലാത്ത ടൈമിലുള്ള മിൽക്കിൻ്റെ പ്രോപ്പർട്ടിക്കും എല്ലാം എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഹെൽത്ത്, ആ ഒരു അനിമൽ ഹെൽത്തി ആണ് അല്ലയോ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അസിഡിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണിത്. സോ pH ഓഫ് മിൽക്ക് ഇൻക്രീസസ് ഇൻ കേസ് ഓഫ് മാസ്റ്റൈറ്റിസ്. മാസ്റ്റൈറ്റിസ് നമുക്കറിയാം എന്താണ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ അഡർ, അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻസിനെ പറയുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ മാമറി ഗ്ലാൻഡ് എന്ന് പറയാം. ആ ഒരു കൗവിൻ്റെ മാമറി ഗ്ലാൻഡിനെയാണ് നമ്മൾ അഡർ എന്ന് വിളിക്കുന്നത് അല്ലേ. അഡർ, ഇൻഫ്ലമേഷൻ ഓഫ് ദ അഡർ. സോ അഡർ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാസ്റ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാസ്റ്റൈറ്റിസ് ഉണ്ടെങ്കിൽ ആ pH ഓഫ് മിൽക്ക് ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് വിൽ ബി റിമാർക്കബ്ലി ഹൈ ആണ് ഇൻ കേസ് ഓഫ് മാസ്റ്റൈറ്റിസ്. ആൻഡ് ഇൻ കേസ് ഓഫ് ബാക്ടീരിയൽ ആക്ഷൻ, ഇപ്പോൾ മിൽക്കിൽ ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാം ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഒരു pHൽ വലിയ രീതിയിൽ കുറവ് സംഭവിക്കും. ഓക്കെ, ക്ലിയർ. സോ അപ്പോൾ pH ഓഫ് മിൽക്ക് ഇൻക്രീസസ് ഇൻ കേസ് ഓഫ് മാസ്റ്റൈറ്റിസ് ആൻഡ് ഡിക്രീസസ് വിത്ത് ബാക്ടീരിയൽ ആക്ഷൻ. സോ അപ്പോൾ ഈ ഒരു ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമുക്ക് എന്ത്, ആ ഒരു pH ഓഫ് മിൽക്കിൽ വേരിയേഷൻ കൊണ്ടുവരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ pH. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് മാത്രമല്ല, നമുക്ക് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ വേറെയും കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ എൻ്റെ ഫ്രണ്ടിലുള്ള എല്ലാവർക്കും, ഓരോരുത്തർക്കും ഇപ്പം ഇത് പഠിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന ഒരു എക്സാമിൻ്റെ സിലബസിൽ തന്നിട്ടുള്ളൂ. ഫുഡ് ടെക്നോളജി, അതുപോലെ ഡയറി ടെക്നോളജി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡെയിലി യൂസിൽ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ എല്ലാവർക്കും ഈച്ച് ഓഫ് യു ക്യാൻ മീറ്റ് ആൻഡ് യു ക്യാൻ achieve the goal if you are trying hard. You can, means you have to spend at least 1 hour a day. Okay, means not a hard work. So you have to spend at least 1 hour to get your goal. That's it. So that's all about the topic today. So we are winding off. Thank you.